ടീനേജേഴ്സിലാണ് കൂടുതലായിട്ടും സൂസൈഡൽ അറ്റംപ്റ്റ് കണ്ടു വരുന്നത്. ഇവർ വിചാരിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് എല്ലാം തീർന്നു എന്നുള്ളതാണോ? ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് അവർക്കറിയില്ല. ആ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. മെൻ്റൽ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളും അതുപോലെ ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കാര്യത്തെയും നമുക്ക് എന്ത് ചെയ്യാം, ലീഗലി നേരിടാൻ കഴിയും. പക്ഷെ അതിനെന്ത് ചെയ്യണം, ആ നിയമങ്ങൾ നമുക്കറിയണം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ എല്ലാവർക്കും എന്നല്ല, ആർക്കും തന്നെ അത്രത്തോളം എന്താണ് ഇതിൻ്റെ ഒരു നിയമവശം, ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ എനിക്കതിനെ ഏത് രീതിയിൽ നേരിടാം എന്നുള്ളത് ആരും അതിനെക്കുറിച്ചിട്ട് തീരെ അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവെയർനെസ്സും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ ഈ ആത്മഹത്യകൾ. ഇപ്പോഴത്തെ ഈ ജനറേഷൻ അതൊരു ട്രെൻഡാക്കി എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. കാരണം ഇപ്പോഴത്തെ സമൂഹത്തിൽ നമ്മുടെ ഈ മെൻ്റൽ ഹെൽത്ത് വളരെ പ്രാധാന്യം അറിയിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നന്നായിട്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആത്മഹത്യകൾ നമ്മുടെ ചുറ്റും ഒരുപാട്, അതും കൂടുതലായിട്ട് കുട്ടികളിലാണ് നമ്മൾ കണ്ടുവരുന്നത്. അതായത് ടീനേജേഴ്സിലാണ് കൂടുതലായിട്ടും സൂസൈഡൽ അറ്റംപ്റ്റ് കണ്ടു വരുന്നത്. അതിൻ്റെ കാരണം പറയുകയാണെങ്കിൽ ഒരുപാട് റീസൺസ് അതിൻ്റെ പിന്നിലായിട്ട് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ പാരൻറ്റിങ് സ്റ്റൈല് അതൊക്കെ അതിൽ ബാധിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്കൂളിൽ കിട്ടുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കൂടെ അതിലെന്ത് ഇൻക്ലൂഡ് ആക്കാം, മെൻ്റൽ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകളും അതുപോലെ ട്രെയിനിങ്ങുകളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇന്നത് അത്രത്തോളം വരുന്നില്ല. നമ്മുടെ സ്കൂളിലെ സിസ്റ്റം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അവിടെ അങ്ങനെ ഒരു സബ്ജക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ്സുകളോ അവർക്ക് കിട്ടി തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിലല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആൾക്കാർ പോലും ഇങ്ങനെയുള്ള ഒരു സൊല്യൂഷൻ ഇങ്ങനെയുള്ളതിലേക്ക് തീരുമാനം എടുക്കുന്നതിൻ്റെ ഒരു ഘടകം എന്തായിരിക്കും? പ്രോബ്ലം സോൾവിങ് സ്കില്ലില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. ഒരു പ്രതിസന്ധി വരുന്ന സമയത്ത് അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് അവർക്കറിയില്ല. ആ ഒരു സ്കില്ല് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ളത്, ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്ന സമയത്ത് ആ ഒരു സ്പോട്ടിൽ ഡിസിഷൻ എടുക്കാനുള്ളൊരു സ്കില്ല്. ഇവർ വിചാരിക്കുന്നുണ്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടിയിട്ട് എല്ലാം തീർന്നു എന്നുള്ളതാണോ? തീർച്ചയായിട്ടും അതെ. അതൊരു ട്രെൻഡ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് വളരെ ശരിയാണ്. അതായത് മറ്റുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ള ഒരുപാട് ആളുകൾ ഇതുപോലെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ സൂസൈഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുക. അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക അവിടെ ഒരു പുവർ മെൻ്റൽ ഹെൽത്തിൽ അവർ വിചാരിക്കുന്നുണ്ടാവുക. ഇപ്പോൾ അവരെ കൊണ്ട് ബുദ്ധിമുട്ടിച്ച് അനുഭവിപ്പിച്ച ഒരുപാട് പേര് ഇതുകൊണ്ട് ഇടങ്ങറാവട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ചെയ്തിട്ടുണ്ടാവുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇതിൽ ഒരുപാട് ബുദ്ധിമുട്ടും, ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അയാൾ പിടിക്കപ്പെടും അല്ലെങ്കിൽ അയാൾ ഇതാവും എന്നുള്ളത് അത് ഒരു മൂഢമായിട്ടുള്ള ചിന്താഗതി അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ ഒരാളെ കുത്തി കൊന്നാലും അവരടക്കം ജാമ്യം കിട്ടിയിട്ട് പുറത്തിറങ്ങുന്നത്, അല്ലെങ്കിൽ ഇവർ നിയമപരമായിട്ട് ശിക്ഷിക്കപ്പെടും എന്നുള്ളൊരു ഇതിലായിരിക്കും ഇങ്ങനെയുള്ള ചിന്താഗതി കൊണ്ടുപോയിട്ടുണ്ടാവുക. പക്ഷേ വളരെ പുഷ്പം പോലെ വളരെ സമർത്ഥനായ വക്കീലിനെ വെച്ചിട്ട് ഇങ്ങനത്തെ കേസുകളിലൊക്കെ പുറത്തിറങ്ങുന്ന എത്രയോ ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഉണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇപ്പോഴത്തെ ഈ ആൾക്കാർ ഇങ്ങനെ ഒരു അവർക്ക് എന്ത് ശരിക്കും നമുക്കൊരു അഡ്വൈസ് കൊടുക്കാൻ കഴിയാം? ഇപ്പം ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ പോകുന്നവർക്കെങ്കിലും ഇങ്ങനെ ഒരു തീരുമാനത്തിൽ മാറാൻ പറ്റുമെങ്കിലും അതെ, നമുക്ക് തീർച്ചയായിട്ടും അവരിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യുക. അത് ചെറുപ്പം തൊട്ടേ തുടങ്ങണം, അല്ലെങ്കിൽ ഇനിയുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനുള്ളതും അതാണ്. പേരൻസിനായിക്കോട്ടെ, സമൂഹത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആയിക്കോട്ടെ, ഇതിനൊരു ലിമിറ്റേഷൻസ് ഇല്ലേ? ശരിക്കും സെൽഫായിട്ടുള്ളൊരു ഡെവലപ്മെന്റ് അവർ ഉണ്ടാക്കിയെടുക്കണം. അതുപോലെ തന്നെ ലീഗൽ സൈഡ് കുറച്ചും കൂടി പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്ത് കാര്യത്തെയും നമുക്ക് എന്ത് ചെയ്യാം, ലീഗലി നേരിടാൻ കഴിയും. പക്ഷെ അതിനെന്ത് ചെയ്യണം, ആ നിയമങ്ങൾ നമുക്കറിയണം. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അങ്ങനെ എല്ലാവർക്കും എന്നല്ല, ആർക്കും തന്നെ അത്രത്തോളം എന്താണ് ഇതിൻ്റെ ഒരു നിയമവശം, ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ എനിക്കതിനെ ഏത് രീതിയിൽ നേരിടാം എന്നുള്ളത് ആരും അതിനെക്കുറിച്ചിട്ട് തീരെ അവെയർ അല്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവെയർനെസ്സും നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സ്വയം നമ്മുടെ ചുറ്റും നിന്നും സറൗണ്ടിങ്സിൽ നിന്നും നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. നമുക്കറിയില്ലെങ്കിലും അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി അതിന് മുന്നോട്ട് പോകുക. അല്ലാതെ വെറും ഒരു ജീവിതം അവസാനിപ്പിക്കുന്നതോട് കൂടിയിട്ടെല്ലാം അവസാനിപ്പിച്ചു. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പേപ്പറിൽ കണ്ടൊരു വാർത്തയുണ്ട്. ഒരു കുട്ടി, 2 കുട്ടികളൊക്കെയുള്ള അമ്മമാരടക്കം ഭർത്താവിൻ്റെ പീഡനം, അതേപോലെ ഹസ്ബൻഡിൻ്റെ വാക്ക്, അതേമാതിരി കമ്പാരിസൺ എന്തൊക്കെയും വെച്ചിട്ടാണ്. അപ്പോൾ അവർ വെറും കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ഇങ്ങനെ തീരുമാനിക്കുക, ഇതോട് കൂടിയിട്ട് ജീവിതം അവസാനിച്ചു അല്ലെങ്കിൽ അവസാനിപ്പിക്കുകയാണ്. ഒരു ലക്ഷ്യം ശരിക്കും അവരുടെ ജീവിതത്തിന് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇത് മാത്രമല്ലല്ലോ, അവർക്ക് ഒരുപാട് വേറെയും സംഭാവനകൾ സമൂഹത്തിന്, കുടുംബത്തിന്, മക്കൾക്ക് ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടത് അവരും കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള എനിക്ക് തോന്നുന്നത് അവർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്ന്
മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവരെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. എന്തായാലും ഇപ്പോൾ ആരും സഹായിക്കാത്തവരൊന്നുമല്ല. ഇപ്പോൾ നമ്മളെ നിയമങ്ങളുണ്ട്, നമ്മളെ പോലീസ് സംവിധാനങ്ങളുണ്ട്, വിമൻ സെല്ലുകളുണ്ട്, വിമൻ പോലീസ്, പിങ്ക് പോലീസ് പോലത്തെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ നേരെ ആത്മഹത്യ. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്നത്തെ വാർത്തകൾ ശ്രദ്ധിച്ചാലും മതി, ഏറ്റവും കൂടുതൽ നമ്മൾ അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സൂസൈഡ് ചെയ്ത കേസുകൾക്കാണ്. എന്തുകൊണ്ട് അത് ചെയ്തു, അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണ്, അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതെ, അതാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇതിനൊക്കെ അതിജീവിച്ച് വന്ന ആളുകളുടെ കേസ് ഒരു ന്യൂസ് ചാനലും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് മനസ്സിലാവും ഈ രീതിയിൽ നമുക്കിതിനെ നേരിടാം, ഇങ്ങനെയും ഇത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ആളുകളാണെങ്കിലും ചെറിയ കുട്ടികളാണെങ്കിലും കേൾക്കുന്നത് എന്താണ്, ഈ രീതിയിൽ സൂസൈഡ് ചെയ്തു അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. സൊല്യൂഷൻസ് നമുക്ക് കിട്ടേണ്ടതും ഈ പറഞ്ഞ പോലെ ന്യൂസ് ചാനലുകളിൽ നിന്നും ന്യൂസുകളിൽ നിന്നും നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടണം. ഓവർകം ചെയ്ത് വന്നവരുടെ കഥകൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. നമ്മുടെ നടക്കാവ് ഹോസ്പിറ്റലിൻ്റെ ഒരു മുദ്രാവാക്യത്തിൽ കൂട്ടിച്ചേർക്കേണ്ട ഒരു വാക്യം കൂടിയുണ്ട്. നമ്മളിനി അതിശക്തമായിട്ട് ഇങ്ങനെയുള്ള മൂഢമായിട്ടുള്ള ചിന്താഗതികൾ മാറ്റിയെടുക്കാൻ ഇപ്പോഴത്തെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നിയമപാലകരെ കൊണ്ടുവന്ന്, അതല്ലെങ്കിൽ നമ്മളെ നിയമം അറിയുന്ന വക്കീലുമാരെ കൊണ്ടുവന്ന് നമ്മുടെ സൈക്കാട്രി വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള ഒരു അവയർനെസ് ബോധവൽക്കരണ പരിപാടിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് പ്രിയ പ്രേക്ഷകരെ സപ്പോർട്ട് വേണം, സഹകരണം വേണം, ഇതിന് കേൾവിക്കാർ വേണം. ഇതിനെ കേട്ടുകൊണ്ട് തന്നെ ഇതിന് മറ്റുള്ള സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരുപാട് വാഹകർ വേണം.